ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പെർസെൻറ്റേജസിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. അതായത് ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ മാർക്സ് ഇൻ എക്സാമിനേഷൻ. അതിലൊരു സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഇഫ് ഇൻ എൻ എക്സാമിനേഷൻ എക്സ് പെർസെൻറ്റേജ് ഓഫ് സ്റ്റുഡൻസ് ഫെയിൽഡ് ഇൻ വൺ സബ്ജക്റ്റ്, ഓക്കെ, വൈ പെർസെൻറ്റേജ് ഓഫ് സ്റ്റുഡൻസ് ഫെയിൽഡ് ഇൻ another subject and z percentage of students failed in both the subjects, then percentage of total failed students is equal to x plus y minus z percentage. Appo percentage of total passed students, so it is equal to, sorry, percentage, okay, is equal to 100 minus x plus y minus z percentage. Okay, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇതിലെന്താ പറഞ്ഞിരിക്കുന്നത്? ഇൻ എൻ എക്സാമിനേഷൻ 20% ഓഫ് സ്റ്റുഡൻസ് ഫെയിൽഡ് ഇൻ ഹിസ്റ്ററി. അപ്പോൾ ഈ 20നെ നമുക്ക് എങ്ങനെ എടുക്കാം? എക്സ് എന്ന് എടുക്കാം. ആൻഡ് 15% ഓഫ് സ്റ്റുഡൻസ് ഫെയിൽഡ് ഇൻ ഹിന്ദി. അപ്പോൾ ഈ 15നെ നമുക്ക് വൈ എന്നെടുക്കാം. ഓക്കെ, ആൻഡ് 5% ഓഫ് സ്റ്റുഡൻസ് ഫെയിൽഡ് ഇൻ ബോത്ത് ദ സബ്ജക്ട്സ്. അപ്പോൾ ഈ 5 എന്തായിരിക്കും? സെറ്റ്. ഓക്കെ, ഇനി നമുക്ക് ഫോർമുല എന്താണ്? നമുക്ക് ചോദിച്ചിരിക്കുന്നത് then percentage of students who passed in both subjects are, okay, so passed in both subjects, passed in both subjects, okay, and formula എന്താണ്? 100 minus x plus y minus z percentage. So it is 100 minus 20 plus 15 minus 5 percentage. Okay, so it is 100 minus 20 plus 15, 35, 35 minus 5, it is 30%, which is nothing but 70%. Okay,